വീട്ടിൽ വെർച്വൽ അറസ്റ്റിലായിരുന്ന ഡോക്ടറെ മോചിപ്പിച്ച് പോലീസ്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് തട്ടിപ്പിന് ഇരയായത്. തട്ടിയെടുത്ത 5.25 ലക്ഷത്തിൽ ഭൂരിഭാഗവും തിരികെ ലഭിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. SBയുടെ ആഭ്യന്തര സെക്യൂരിറ്റി സംവിധാനമാണ് ഇത്രയും വലിയ തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഡോക്ടറെ വെർച്വൽ അറസ്റ്റിൽ കുടുക്കിയത് സുപ്രീം കോടതിയുടെ RBIയുടെയും പേരിൽ വിളിച്ചാണെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ് അറിയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. അവർ ജസ്റ്റ് ഒബ്ജക്ഷണബിൾ മെറ്റീരിയൽസ് ഉണ്ട്, നിങ്ങൾക്ക് എതിരെയുള്ള റിപ്പോർട്ട് മുംബൈ പോലീസിന് കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പാനിക്കായി. ഇദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾക്ക് കോള് വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ കോള് വന്നു. ആധാർ നമ്പർ അയച്ചു കൊടുത്തു. ആ ആധാർ നമ്പറിലുള്ള അതേ വിവരങ്ങൾ മാത്രമേ ഈ പറഞ്ഞ സുപ്രീം കോടതി ഓർഡറിലും RBIയുടെ ലെറ്ററിലും ഉള്ളൂ. ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വന്നിരിക്കുന്ന ഫ്രോഡായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ്റെ അവരുടെ ഒരു ലെറ്റർ. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടും ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടാൽ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഫ്രോഡായിട്ടുള്ള ലെറ്റർ ആണ് എന്നുള്ളത്. കാരണം സുപ്രീം കോടതിയുടെ പേരിൽ താഴെ ഒപ്പിട്ടിരിക്കുന്നത് സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം പ്രശ്നമാണ്. ബാങ്കിലെ ആഭ്യന്തര സെക്യൂരിറ്റി സംവിധാനത്തിന് പണമിടപാടിനെ കുറിച്ച് സംശയം തോന്നിയെന്ന് SBI സർവീസ് മാനേജർ മീന ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കസ്റ്റമർ ഒരു തേർഡ് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫറിന് റിക്വസ്റ്റുമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പം ക്രെഡിറ്റ് പോകുന്ന അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ്റെ അക്കൗണ്ട് ആയിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഉറപ്പാണോ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ക്രെഡിറ്റ് പോയ ആളിൻ്റെ അക്കൗണ്ട് പേരൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി ഫ്രണ്ടാന്ന് പറഞ്ഞു. പക്ഷെ പേര് ചോദിച്ചപ്പോൾ ആദ്യം ഇങ്ങനെ ബ്ലാബറിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഫോണിലൊക്കെ നോക്കിയിട്ടാണ് പേരൊക്കെ പറഞ്ഞത്. അപ്പം ഫ്രണ്ടിന് കൊടുത്തതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി അപ്പോൾ തന്നെ മറ്റേ പാർട്ടിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹിന്ദിയിൽ പറയുന്നുണ്ട് ഇത് എൻ്റെ പേഴ്സണൽ ഫണ്ടാണ്, കുഴപ്പമില്ല പൊയ്ക്കോളൂ എന്ന് പറയാൻ ബാങ്കുകാരോട് പോകാൻ പറയുന്നുണ്ട്. അത് ഞങ്ങൾ കേട്ടു. ഈ വിഷയം നമുക്ക് പരിശോധിക്കാം. ബാങ്കിംഗ് വിദഗ്ധൻ ശ്രീ ആദികേശവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് അനന്തകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അനന്തൻ, പെട്ടുപോയി പക്ഷേ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവിടെയാണ് ബാങ്കിംഗ് അധികൃതരുടെ ബാങ്കിൻ്റെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതായി മാറിയത്, നിർണായകമായി മാറിയത്. നമുക്കിപ്പോഴും പല അലർട്ടുകളും നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ എത്രയോ ക്യാമ്പയിനുകൾ ജനങ്ങളുടെ ശ്രദ്ധയ്ക്കായി നമ്മൾ നൽകുന്നുണ്ട്. അതിനിടയിലും വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ വീണ്ടും ഈ ചതിവലയിൽ വന്ന് പെടുക എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇന്നത്തെ സംഭവത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? എന്താണ് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളേണ്ട ചില വശങ്ങൾ? പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ മാതൃഭൂമി ന്യൂസ് ഈ വിർച്വൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും സൈബർ ഫ്രോഡുകളുടെ മറ്റ് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടും നിരന്തരം വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച പോലും നമ്മൾ ഈ സൈബർ ഫ്രോഡിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായ വിർച്വൽ അറസ്റ്റ് സംബന്ധിച്ച് അതിനെ അതിജീവിച്ചവരും അതിനെ പൊളിച്ചവരും അതിനിരയായവരുടെയും ഒക്കെ വാർത്ത നൽകിയതാണ്. ഒരുപക്ഷെ ഈ ഡോക്ടർ TV കാണുകയോ വാർത്ത വായിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വീണ്ടും ഈ തട്ടിപ്പിന് ഇരയാകാൻ നിന്നു കൊടുക്കുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മനുഷ്യൻ്റെ ഭയം, ആശങ്ക ഇതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പ് രീതി ഈ സംഘം ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതും. മാത്രമല്ല വ്യത്യസ്തമായി ഡോക്ടറിൻ്റെ കാര്യത്തിലൊന്നും സംഭവിച്ചിട്ടുമില്ല. നിരന്തരം ഏത് മോഡസ് ഓപ്പറാൻഡിയാണോ ഈ വിർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സൈബർ തട്ടിപ്പ് സംഘം നടത്തുന്നത് അതുതന്നെയാണ് ചങ്ങനാശ്ശേരിയിലും പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പിന്നെയും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഈ ഡോക്ടർ ഇതിൽ വീണുപോയതെന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന കാര്യം. മാത്രമല്ല ഇന്റർനെറ്റ് ബാങ്കിങ് ഇല്ലാത്തതുകൊണ്ട് ഈ ഡോക്ടർ ഈ പണം ഫ്രോഡുകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി ബാങ്കിൻ്റെ ശാഖയിൽ പോയി നേരിട്ടാണ് ഈ ഇടപാട് നടത്തിയത്. അപ്പോൾ തന്നെ ബാങ്ക് അധികൃതർ പറയുന്നുണ്ട് ഇത് ഈ നിങ്ങൾ അയക്കാൻ പോകുന്ന അക്കൗണ്ട് സംബന്ധിച്ച് സംശയമുണ്ട് എന്നുള്ളത്. അതിനുശേഷം SBIയുടെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റാണ് ഇതൊരു ഫ്രോഡ് അക്കൗണ്ടിലേക്കാണ് ഈ പണം പോയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. അവർ എന്നിട്ട് ഈ ഡോക്ടറെ ബന്ധപ്പെട്ട അപായ സൂചന നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഡോക്ടർ വഴങ്ങുന്നില്ല. അദ്ദേഹം ഈ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് സൈബർ ഓപ്പറേഷൻ വിങ്ങിൻ്റെ തിരുവനന്തപുരത്ത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അറിയിപ്പ് വരുന്നത്. അവിടെ നിന്നാണ് ചങ്ങനാശ്ശേരി പോലീസിലേക്ക് അറിയിപ്പ് വരുന്നത്. ചങ്ങനാശ്ശേരി പോലീസ് അപ്പോൾ തന്നെ ഈ ഡോക്ടറുടെ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തുന്നു. അപ്പോൾ വീട് അടച്ചിരുന്ന് ഈ സൈബർ വിർച്വൽ അറസ്റ്റിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. പണത്തിന് അവരുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചങ്ങനാശ്ശേരി SHO പറഞ്ഞിട്ടും ഈ ഡോക്ടർ ഇതിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് പോലീസിനെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ചങ്ങനാശ്ശേരി SHO അവിടെ ബലം പ്രയോഗിച്ച് ആ വീട്ടിനുള്ളിൽ ഡോക്ടറുടെ പ്രതിരോധത്തെ മറികടന്ന് ചെന്നുകൊണ്ടാണ് ഫോൺ എടുക്കുകയും തുടരുക. നമുക്ക്
ഇതിലൊരു പരിശോധന എന്തായാലും വിശദമായി തന്നെ വേണ്ടി വരും. അനന്തൻ പറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അറിയാനുള്ളത്, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 69 വയസ്സുകാരൻ ഒരു ചേട്ടനെ കുറിച്ച് ഒരു റിപ്പോർട്ട് കൊല്ലത്ത് നിന്ന് നമ്മൾ നൽകിയിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു കോള് വരുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായി പറയുന്നു വിർച്വലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആദ്യമൊക്കെ കേട്ട് കൊള്ളാം കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം അവരോട് മറിച്ച് പറഞ്ഞു, ഇതിനപ്പുറം ഞാൻ കേട്ടതാടാ എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ 69 വയസ്സുകാരനായ സാധാരണക്കാരനായ ആ അമ്മാവിന് പോലും വളരെ ജാഗ്രതയുണ്ട്, ജാഗരൂകനാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ പെട്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് മനസ്സിലാക്കിയിടത്തോളം. പക്ഷേ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം അങ്ങനെ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ബാങ്ക് അധികൃതർക്ക് മുന്നിലേക്ക് എത്തുമ്പോഴും മറച്ചു പിടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഓർക്കണം, നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. പ്രൊഫഷണലുകളെയും വിദ്യാസമ്പന്നരെയൊക്കെ ഒക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ശ്രീ ആദികേശവൻ, താങ്കൾ ഈ റിപ്പോർട്ട് കാണുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി താങ്കൾ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നു? കാരണം ഒരു ഡോക്ടറാണ് ഈ തട്ടിപ്പിൽ പെട്ടുപോയത്. കുറച്ച് പൈസ അദ്ദേഹത്തിൻ്റെ പോയി, ബാക്കി ഭൂരിഭാഗം പൈസ പോകാതിരുന്നത് ആ ബാങ്കിൻ്റെ സമയോചിത ഇടപെടൽ, പോലീസിന്റെ തുടർ നടപടികളുമായിരുന്നു. ശ്രീ ആദികേശവൻ. പ്രജീഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ട് വാർത്തകൾ വിവിധ ചാനലുകൾ, മാതൃഭൂമി അടക്കം കൊടുക്കുന്നു, നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ. പിന്നെ പരസ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായി ബാങ്കുകൾ പരസ്യം കൊടുക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി പോലും മൻ കി ബാത്ത് ആ പരിപാടിയിൽ ഡിജിറ്റൽ അറസ്റ്റ് ഇല്ല, വെർച്വൽ അറസ്റ്റ് എന്നുള്ള കാര്യമേ ഇല്ല, അതിന് നിയമസാധുതയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ ആൾക്കാരെ ആക്കി കഴിഞ്ഞിട്ടും അഭ്യസ്തവിദ്യരായ, അതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ട് അല്ലെങ്കിൽ കൗതുകരമായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം പഠിപ്പുള്ള എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് നമ്മുടെ അഡ്വക്കേറ്റ്സ് അടക്കം ബാങ്കർമാർക്ക് വരെ, ഞാൻ ഒരു മാസം മുമ്പേ ഓർക്കുന്നു, പൊതുമേഖലാ ബാങ്കിൽ നിന്നും വിരമിച്ച റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒറീസയിൽ 70,000 രൂപയോളം ഇതേപോലെ നഷ്ടമായി. ബാങ്കിൽ നിന്ന് വിരമിച്ച ഒരാൾക്ക് പോലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ കോള് വരുമ്പോഴത്തേക്കും അവർ ഇത് എന്തിനാണ് ഈ കോള് വരുന്നത്, ഒരു ബാങ്കിൽ നിന്നും ഒരു ഇടപാടുകാരന് കോള് വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഇരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരു ഡോക്ടർ ഇതുപോലെ കോൾ വരുമ്പോഴത്തേക്കും കുറേ സമയം കഴിഞ്ഞിരിക്കുന്നു, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ബ്രാഞ്ചിലേക്ക് പോകുന്നു. എനിക്ക് ഓർമ്മ വരുന്നത്, നമുക്ക് വളരെ അധികം അറിവുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് പരിചിതനായ ഒരു സംഗീത സംവിധായകൻ, 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾ, അദ്ദേഹം ഇതേപോലെ ഈ കോളിനെ വിശ്വസിച്ച് എറണാകുളത്തൊരു ബാങ്കിൽ ചെല്ലുകയും അപ്പോൾ ബാങ്കുകാർ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ട് അപാകത മനസ്സിലാക്കി പിന്നെ അന്വേഷിച്ചപ്പോൾ ആ റെമിറ്റൻസ് പ്രിവെന്റ് ചെയ്യുകയും ചെയ്തു. ഇന്നും ഈ ചങ്ങനാശ്ശേരിയിലെ കാര്യത്തിൽ ബിഷപ്പടക്കം. അപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പോലും ഇത് ചെറിയ സംഖ്യയല്ല. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈ അടുത്ത കാലത്ത് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആകമാനം 11,500 കോടി രൂപ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള തട്ടിപ്പുകളാണ്. കാരണം ഒരു വാട്സാപ്പ് മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ SMS വരുന്നു, നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ 20%, 25% റിട്ടേൺ കിട്ടുന്ന സ്കീമുകൾ നമുക്കുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ആ ലിങ്ക് വഴി അക്കൗണ്ട് മറ്റുള്ള കാര്യങ്ങളും ഈ ഫോണിൻ്റെ ഡിജിറ്റൽ സെറ്റിംഗ് വരെ മനസ്സിലാക്കാനുള്ള ഒരവസരം അതുമൂലം ഉണ്ടാകുന്നു. അങ്ങനെ പൈസ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഡിജിറ്റൽ അറസ്റ്റിൻ്റെ കാര്യം മാത്രമായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് വിട്ട കണക്ക് പ്രകാരം 63,000-ഓളം ആൾക്കാർക്ക് ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് എന്നുള്ള പദപ്രയോഗം കൊണ്ട് ഏകദേശം 200 കോടിയോളം രൂപ നഷ്ടമായിരിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംവിധാനം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈബർ സെക്യൂരിറ്റി സെൽ I4C എന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും, നമ്മുടെ സംസ്ഥാനത്തിലടക്കം 24/7 രാവും പകലും പ്രവർത്തിക്കുന്ന സൈബർ സെൽ വ്യവസ്ഥ
പോലീസിനുണ്ട്, അതേപോലെ തന്നെ ബാങ്കുകൾക്കും. പൊതുമേഖലാ ബാങ്കുകളെ കുറിച്ച് എനിക്ക് വ്യക്തമായി പറയാം. SBI അടക്കം 24/7 രാപ്പകൽ ഇടവില്ലാതെ എന്തായാലും ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആദികേശ്വർ സാറ് പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം നിരവധി വർഷങ്ങളായി ബാങ്കിങ് മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ സശ്രദ്ധം നമ്മൾ വീക്ഷിക്കുകയും നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പങ്കുവയ്ക്കണം. കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല. ഈ ഡോക്ടർ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. കാരണം ദൈനംദിനമായിട്ട് എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഏതെങ്കിലും ഒരു റിപ്പോർട്ടെങ്കിലും വരാതിരിക്കില്ല. അങ്ങനെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അജ്ഞരായി പോകരുത്. ശ്രീ ആദികേശവൻ, ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ അത് പണം മാറ്റി അല്ലെങ്കിൽ അവർ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നു, അതുവഴി ബിറ്റ്കോയിൻ അടക്കം അങ്ങനെ ചില പ്രോസസ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്കിതിനെ തടയിടാൻ കഴിയണം. അതെന്താണ്? അത് ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത്തരത്തിൽ പെട്ടുപോകുന്നവർ അധികം താമസിക്കാതെ, അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ആരെ സമീപിക്കണം, എങ്ങനെ ആക്ട് ചെയ്യണം? അതെ, അതായത് ഇങ്ങനത്തെ കോള് വന്നാൽ, അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് കോള് വന്നാൽ നമ്മൾ എടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. പിന്നെ കോള് വന്നിട്ട് അവർ ഈ വെർച്വൽ അറസ്റ്റോ ഡിജിറ്റൽ അറസ്റ്റോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതൊന്നും നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ചുരുങ്ങിയ പക്ഷം എനിക്ക് ഈ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ ബാങ്കിൽ പോയിട്ട് മാനേജറിനെ കണ്ടിട്ട് ഞാൻ ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ബാങ്കുകാർക്ക് പ്രത്യേകിച്ച് ഏത് അക്കൗണ്ടിലേക്ക് ആണ് പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കള്ളി വെളിച്ചത്താക്കാനുള്ള ഒരു അവസരം ബാങ്കിൽ ചെന്നിട്ട് ചെയ്യുക. ഈ കോളെ എടുക്കാതിരിക്കുക. ഇനി അഥവാ ഇതുപോലത്തെ ഒരു സംവിധാനം ഒരു തട്ടിപ്പിൽ വീണു, ചതിക്കുഴിയിൽ പെട്ടു എന്നുണ്ടെങ്കിൽ പറയുക, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഞാൻ ബാങ്കിലേക്ക് പോകാം. അപ്പോൾ വേറൊരാളുമായിട്ട് ഈ അനുഭവം അല്ലെങ്കിൽ ഇൻഫർമേഷൻ പങ്കുവെക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും ഇത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം. ഞാൻ ഒരു കേവലമായ ഒരു ഉദാഹരണം ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം ആരിലേക്കും എപ്പോഴെല്ലാം എത്താം ഇത്തരത്തിലുള്ള കെണികൾ ഒരുക്കുന്നവർ. ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാകുന്ന അനന്തകൃഷ്ണൻ തന്നെ ഇതിന് ഒരു ഇരയാകേണ്ട ആളാണ്. പക്ഷേ സമയോചിതമായി അദ്ദേഹം ഇടപെട്ടു. തന്ത്രപരമായി ഈ വന്ന കോള് വന്ന ആളുകളെ ട്രാപ്പിലാക്കി. ആ റിപ്പോർട്ട് ഒന്ന് കണ്ട ശേഷം അനന്തനിലേക്ക് അതിൻ്റെ അനുഭവം ചോദിക്കാം. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടെയാണ് എൻ്റെ ഈ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. മുംബൈ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഫോൺ നമ്പറുകൾ റദ്ദാകുമെന്നും അറിയിച്ചു. മുംബൈ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടത്രേ. ഒരു സൈബർ ക്രൈം കേസിൽ ഞാൻ പ്രതിയാണത്രേ. ആ കോളിൻ്റെ ആദ്യ വാചകം കേട്ടപ്പോൾ തന്നെ ഇതൊരു സൈബർ ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ ആ കോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. ഇനി കാണുക. Any notification from our department side, sir? Because we are going to block your mobile number within 2 hours. That's why as per your request, call connected with you, sir. For what purpose you are blocking my phone? Because we found another mobile number registered under your identity information, sir. That mobile number got violation case. Which case? Harassment text and illegal message to the public, sir. Yes, sir. Public are complaint Mumbai Tilak Nagar Police Station, sir. That violation number is 89153017. Number, sir. They got order from Mumbai Police Station. Okay. If you guarantee our department, I will transfer this call to Mumbai Tilak Nagar Police Station. Okay. We will make complaint against that violation number. Tell that policeman to you. FIR number, sir. MH1045. Okay. 2024, sir. This is FIR number. This number bought by from shop number 10 Kulsal Tower, Mangul Road, Chembur West. Okay. എന്നെ വിർച്വൽ അറസ്റ്റിൽ പെടുത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ ആ തട്ടിപ്പ് വിലപ്പോകില്ലെന്നറിഞ്ഞതോടെ സംഘം കോൾ കട്ട് ചെയ്ത് രക്ഷപ്പെട്ടു കളഞ്ഞു. ഏതായാലും അടുത്തിടെയാണ് തിരുവനന്തപുരത്ത് മറ്റൊരു യുവാവിന് സമാനമായ അനുഭവം ഉണ്ടായത്. ആ യുവാവും ഈ സൈബർ തട്ടിപ്പ് സംഘത്തെ പൊളിച്ചടുക്കി. അയാളുടെ അനുഭവം കൂടി കേൾക്കുക. ആക്ച്വലി ഏകദേശം ഒരു ഉച്ചയോടുകൂടി അച്ഛൻ്റെ ഫോണിലേക്കായിരുന്നു കോൾ വരുന്നത്. അപ്പം ആദ്യം കോൾ വരുന്ന ഒരു ഓട്ടോമേറ്റഡ് കോളായിരുന്നു വന്നത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടാണ് കോൾ വരുന്നത്. അപ്പം കോളിൽ പറയുന്ന ഇതായിരുന്നു, നിങ്ങളുടെ സിം കാർഡുകൾ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ക്യാൻസലാകും.
കുറച്ച് വയലേഷൻസ് നിങ്ങളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ക്യാൻസൽ ആകുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഫർദർ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് അറിയാൻ വേണ്ടി ഒന്നമർത്തുക എന്ന് പറഞ്ഞൊരു ഓട്ടോമേറ്റഡ് കോളായിരുന്നു ആദ്യം വരുന്നത്. ആദ്യം കോൾ വന്നപ്പോൾ തന്നെ സ്കാം ആണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം പൈസ ചോദിക്കുന്ന സ്റ്റേജ് വരെ എൻ്റെ കാര്യത്തിൽ എത്തിയില്ലായിരുന്നു. ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ തൃശ്ശൂർ സൈബർ ക്രൈം സ്റ്റേഷനിൽ ഒരു സാറിന് ഇത് സെയിം ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവരുടെ തന്നെ കൂട്ടാളികളായിരുന്നു ആ ഒരു സംഭവം ചെയ്തിരുന്നത്. അപ്പം ഞാൻ തിരിച്ച് അവരെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ അവര് കോൾ വെച്ചിട്ട് പോവുകയായിരുന്നു ഉണ്ടായത്. നിങ്ങളെ വിർച്വൽ അറസ്റ്റിൽപ്പെടുത്തി പണം തട്ടാനുള്ള ഇത്തരം കോളുകൾ എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് ഈ കോളുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ സംസാരിക്കാൻ പോകരുത്, അപ്പോൾ തന്നെ കട്ട് ചെയ്ത് ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായെന്ന് തോന്നുന്നു. അനന്തനിലേക്ക്, അനന്തന് നേരിട്ട അനുഭവം, ആ അനുഭവത്തിലൂടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള പാഠം കൂടി. പ്രജീഷ്, ഞാൻ ഈ സംഭവത്തിന് ശേഷം സൈബർ പോലീസിൽ പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിരുന്നു. അപ്പോൾ ഞാൻ സൈബർ പോലീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞത് ആ വിളിച്ച നമ്പർ വെച്ചിട്ട് പരാതി നൽകാനാണ്. പിന്നെ ഈ വിളിച്ചവരെയോ ഒന്നും കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളൊരു കാര്യം പോലീസിന് വലിയ ഒരു പരിമിതിയാണ്. കാരണം ഈ ആൾക്കാരൊക്കെ, ഈ സൈബർ ഫ്രോഡ് മിക്കവാറും നടക്കുന്നത് കംബോഡിയ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടാണ്. അവിടെ മലയാളികളടക്കമുള്ളവർ അവിടെ പെട്ടുപോയി ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ വാർത്ത നൽകിയതുമാണ്. ഏതായാലും കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ വിങ് SP ഹരിശങ്കറിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ ലഭിച്ചാൽ അപ്പോൾ തന്നെ പരമാവധി ഇവർ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികളൊക്കെ കേരള പോലീസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ വിശദമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. എന്നിട്ട് പോലുമാണ് ഈ ഇത്തരം തട്ടിപ്പിന് വീണ്ടും വീണ്ടും ആൾക്കാർ തലവെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ സൈബർ പോലീസ് കണ്ടെത്തിയ ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ നേരത്തെ ആദികേശവൻ സാർ പറഞ്ഞിരുന്നു, ഒരു 13,000 കോടി രൂപ സൈബർ ഫ്രോഡിലൂടെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെയെന്ന്. അതിലേതാണ്ട് 400 കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അതിൽ വലിയ ഭീമമായൊരു എമൗണ്ട് ഈ ഓൺലൈൻ ട്രേഡിംഗ് വഴിയും പിന്നെ വിർച്വൽ അറസ്റ്റ് വഴിയുമാണ്. അപ്പോൾ കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ വിങ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് IT പ്രൊഫഷണൽസും ഡോക്ടർമാരും അധ്യാപകരും ഒക്കെയാണെന്ന് കണ്ടെത്തിയിരുന്നു. ആ മേഖലയിലുള്ളവരെ വിളിച്ചു വരുത്തി സൈബർ ഓപ്പറേഷൻ വിഭാഗം പ്രത്യേക പരിശീലനവും ബോധവൽക്കരണവും ഒക്കെ അന്ന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് അവരെല്ലാം വീണ്ടും വീണ്ടും ഇത്തരം കോൾ വരുമ്പോൾ പേടിച്ച്. അതാണ് തീർച്ചയായും അനന്തൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ആദികേഷ് സാർ, അങ്ങനെ സമർത്ഥമായി നമ്മൾ ആ റിപ്പോർട്ട് കണ്ടതുപോലെ അനന്തനെ പോലെയുള്ളത്, നേരത്തെ കണ്ട പയ്യനെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. സമർത്ഥമായി കൈകാര്യം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തുന്ന ആളുണ്ട്, അല്ലെങ്കിൽ ഈ വരുന്ന കോളുകൾ ഇത് ഫ്രോഡ് കോളാണെന്ന് പറഞ്ഞ് പിക്ക് ചെയ്യാത്ത ആളുകളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ അപ്പോഴും ഇന്നത്തെ അനുഭവങ്ങളൊക്കെ തന്നെ വീണ്ടും ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യകത കൂടി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. നമ്മൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, ഇത്തരം കോളുകൾ ഒക്കെ വരുമ്പോൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ പ്രജീഷ്, അതായത് ഇതേപോലത്തെ കോളുകൾ വരുമ്പോൾ അറിയാത്ത നമ്പറാണെങ്കിൽ നമ്മൾ മിക്കവാറും, ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇതേപോലത്തെ കോൾ എനിക്കും വന്നിട്ടുണ്ട്. അപ്പം മിക്കവാറും എല്ലാവർക്കും ഇതുപോലത്തെ കോൾ ഒറിജിനേറ്റ് ചെയ്ത് അവർ അയക്കുന്നുണ്ട്. ഇതൊരു സിൻഡിക്കേറ്റാണ്. ഇത് 1-2 വ്യക്തികളല്ല, വളരെ പ്ലാൻഡ് ആയിട്ട് ഇപ്പോൾ തിലക് നഗർ പോലീസ് സ്റ്റേഷൻ്റെ മാതൃകയൊക്കെ സൃഷ്ടിച്ച് നേരത്തെ ഒരു ഇൻസിഡൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പോലീസ് ഇൻസ്പെക്ടറുടെ പേര് വരെ ആ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ആളിൻ്റെ പേര് വെച്ചിട്ടാണ് ഇവർ ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ വളരെ പെട്ടെന്ന് ഈ എമൗണ്ട്, പിൻവലിക്കപ്പെടുന്ന എമൗണ്ട് ഒരു 1000 അക്കൗണ്ടിലേക്കൊക്കെ മാറ്റപ്പെടുന്നു വളരെ പെട്ടെന്ന്. എന്നിട്ട് ഇവർ റെഡിയായിട്ട് നിൽക്കുന്നു ATM കാർഡ് ഉപയോഗിച്ച് വിത്ഡ്രോ ചെയ്യാൻ. അങ്ങനെ സംഘടിതമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പ്രജീഷ് പറഞ്ഞ പോലെ ഇതിനൊരു ഗോൾഡൻ അവർ എന്നുള്ള ഒരു സമയം, ഈ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് ബോധം വന്ന ഉടൻ തന്നെ 1930 വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംവിധാനം ഇപ്പോൾ വളരെ സുശക്തമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പോലീസ്, ഞാൻ പറഞ്ഞതുപോലെ 24/7 ഏത് സമയത്ത് വിളിച്ചാലും അവർ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൈപ്പറ്റിയിട്ട് ബന്ധപ്പെട്ട ബാങ്കിനോട് വിളിച്ച് പൈസ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഹോൾഡ് ഇടാനുള്ള നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ബാങ്കുകൾക്ക് ലഭിക്കുന്നു. അപ്പോൾ അർദ്ധരാത്രി ആണെങ്കിൽ പോലും ഈ സെല്ലുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, അഥവാ ഏതെങ്കിലും രീതിയിൽ ചതുക്കുഴിയിൽ പെട്ട് പൈസ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ആ സമയം ഉടൻ തന്നെ 1930 വിളിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ അലർട്ട്നെസ് ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചങ്ങനാശ്ശേരി ബ്രാഞ്ചും പിന്നെ SBIയുടെ പ്രൊആക്റ്റീവ് മോണിറ്ററിംഗ് സെൽ അത് നോർത്ത് ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരും ഒരു അക്കൗണ്ടിൽ എന്തൊക്കെയാണ് സാധാരണ വരുന്ന ട്രാൻസാക്ഷൻസ്,
ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ, ആ ഇടപാടുകളിൽ ബന്ധപ്പെടാത്ത രീതിയിലുള്ള ഒരു വലിയ തുകയോ അത് ഈ അക്കൗണ്ടിൽ ഇങ്ങനത്തെ തുക വരേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആക്ട് ചെയ്യാൻ സന്നദ്ധമായിട്ട് പ്രാപ്തമായിട്ടാണ് ഇന്ന് ബാങ്കുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് ബാങ്കിങ് ട്രാൻസാക്ഷനിൽ നഷ്ടം വരേണ്ട ഒരാവശ്യവുമില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. വെർച്വൽ അറസ്റ്റ് ഇല്ല, ഡിജിറ്റൽ അറസ്റ്റ് ഇല്ല. ഒരു ബാങ്കും ഒരു ഇൻഫർമേഷനും ഫോൺ വഴി നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തം. ഇനി അഥവാ പറ്റിക്കഴിഞ്ഞാൽ 1930 നിരന്തരമായിട്ട് ഇപ്പോൾ ശ്രീ അനന്തകൃഷ്ണൻ അടക്കം നിങ്ങളടക്കം എല്ലാ ചാനലുകാരും പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പോയി 1 മണിക്കൂറിനകമാണെങ്കിൽ ഏത് ബാങ്കിലേക്കാണോ ട്രാൻസ്ഫർ ആയി പോകുന്നത് ആ ബാങ്കിൽ ഉടൻ തന്നെ നിർദ്ദേശം കൊടുത്ത് അതിനെ ഹോൾഡ് ചെയ്യുക, പുറത്തു പോകാതിരിക്കാൻ വേണ്ടി പൈസയ്ക്ക് ഒരു തടയിടുക എന്നുള്ള സംവിധാനം വരെ നമ്മുടെ രാജ്യത്ത് വികസിപ്പിച്ച് ഇന്ന് പ്രാവർത്തികമാക്കി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആശങ്കപ്പെടാതിരിക്കുക. അഥവാ പറ്റിപ്പോയാൽ 1930 അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബാങ്ക് അധികൃതരെ വിളിച്ച് അറിയിക്കുക. പൈസ കുറച്ചെങ്കിലും നമുക്ക് പിടിച്ച് എന്താണ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതാണ് പ്രതീക്ഷിച്ചത് നമ്മുടെ ആൾക്കാർ, പ്രേക്ഷകരും സാധാരണ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ ആദികേശവൻ സാർ, വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവെച്ചതിന്. എന്തായാലും പ്രേക്ഷകരെ വീണ്ടും 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 ജാഗ്രത ജാഗ്രത ജാഗ്രത. കാരണം ഇന്ത്യൻ പീനൽ കോഡിലോ പഴയ ഇപ്പോഴത്തെ BNS ലോ ഭാരതീയ ന്യായ സംഹിതയിലോ ഒന്നും ഈ വെർച്വൽ അറസ്റ്റ് എന്നൊരു പദാവലിയെ ഇല്ല എന്ന് ഓർക്കണം. നമ്മൾ വിയർപ്പ് പൊടിഞ്ഞ് അധ്വാനിച്ച നമ്മുടെ പണം വെറുതെ ഒഴുക്കിക്കളയരുത്. എല്ലാവരും ജാഗ്രത പാലിക്കണം.